ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കുന്ന വളരെ രുചികരമായ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അച്ചാറിനെ പറ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇനി ഇത് ഉണ്ടാക്കാനായി ഈന്തപ്പഴം, ക്യാരറ്റ്, പഴുത്ത മാങ്ങ അരിഞ്ഞത്, ഉണക്കമുന്തിരി, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ പൈനാപ്പിളോ ആപ്പിളോ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചെടുക്കാം. ഒരു 3 പിടി കറിവേപ്പില നന്നായി വറുത്തെടുക്കുക. അത് പൊടിക്കുമ്പോൾ പപ്പടം പൊടിയുന്ന പോലെ പൊടിയണം. അടുത്തതായി വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: 3 സ്പൂൺ ഉലുവ, 2 സ്പൂൺ കുരുമുളക്, 2.5 സ്പൂൺ കടുക്, 2.5 സ്പൂൺ ചെറിയ ജീരകം, 2 സ്പൂൺ പെരിഞ്ജീരകം, അല്പം കട്ടക്കായം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായി വറുത്തെടുക്കുക. അതിലുള്ള ഈർപ്പങ്ങളെല്ലാം പോകാൻ വേണ്ടിയാണ് വറുത്തെടുക്കുന്നത്. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കട്ടക്കായം എണ്ണയിൽ മൂപ്പിച്ച് വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് നന്നായി പൊടിയത്തില്ല. വറുത്ത് പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഇരിക്കും. കട്ടക്കായം ലേശം എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. വറുത്തെടുത്തത് പൊടിച്ചതിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. അതേ എണ്ണയിലേക്ക് ലേശം കടുകിടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇടാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. പിന്നെ ഒന്ന് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുക, ഈന്തപ്പഴം ആഡ് ചെയ്യുക, അരിഞ്ഞു വെച്ച് പഴുത്ത മാങ്ങയും ആഡ് ചെയ്യുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. കാരണം എളുപ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നന്നായി ഇളക്കണമെന്ന് പറഞ്ഞത്. ഇനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പില പൊടിച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടികൾ അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അമ്മാമ്മ ഇവിടെ ചേർക്കുന്നത് 4 സ്പൂൺ പഞ്ചസാരയാണ്. ഇതുവരെയും ഫ്രൂട്ട്സ് അച്ചാർ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യണം. കാരണം അത്രയും രുചികരമായ ഒരു അച്ചാറാണ് ഫ്രൂട്ട്സ് അച്ചാർ. ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ ഒരു കറിയായി നമുക്കിത് യൂസ് ചെയ്യാം. കച്ചപ്പൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് പോലെ. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായി മുളക് പൊടി 2 സ്പൂണാണ് അമ്മ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും മസാല നന്നായി പിടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം. പിന്നെ വേണ്ടത് കടുകെണ്ണയാണ്. ആവശ്യത്തിന് കടുകെണ്ണ ഒഴിക്കാം. കടുകെണ്ണയും ഒലീവ് ഓയിലും ഒക്കെ ഒഴിക്കുമ്പോൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. മാത്രമല്ല ടേസ്റ്റും അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കിയാലും അതിൻ്റെ മേലിൽ കടുകെണ്ണയോ ഒലീവ് ഓയിലോ ഒഴിക്കുമ്പോൾ അത് പൂപ്പ് കൂടാതെ ഇരിക്കുന്നതാണ്. ജസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് തോന്നിയാൽ അപ്പോഴേ സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് നോക്കാം. എന്നാ ടേസ്റ്റ് അമ്മാമ്മയുടെ അച്ചാർ, സൂപ്പർ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.